കഥാപാത്രത്തിനുള്ള പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ ട്വിസ്റ്റ് ഉണ്ടാക്കുന്ന എലമെന്റ്സ് കത്തിക്കാണും. അപ്പം ചെയ്യുന്ന ഒരു കഥാപാത്രം നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇട്ട് ചെയ്യുന്നത് പ്രേക്ഷകർ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നില്ല. എപ്പോഴും തോന്നിയിട്ടുണ്ടോ ചെയ്യുന്ന കഥാപാത്രത്തിന് റിസൾട്ട് വരുന്നില്ലല്ലോ, അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഇല്ലടാ, ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നത് ഞാൻ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ആളാണ്. എന്നെ പോലെ ഒരു ഭാഗ്യമുള്ള ഒരാൾ ലോകത്തില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് തന്നേക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം തന്നതും പ്രേക്ഷകർ തന്നതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായാലും വളരെ സന്തോഷത്തോടുള്ള കാര്യം. ഈ പടത്തില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടിലിരുന്നിട്ടാണ് എന്നോട് ജെയ്സൊക്കെ പറഞ്ഞത്, ഇതിന് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അത് ഹീറോ അല്ല, ആദ്യം എന്താ പറഞ്ഞേടാ, ഹീറോ അല്ല, ഹീറോ മെയിൻ കഥാപാത്രം ഞാനാണ് ചെയ്യുന്നത്, നിനക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്, ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ആദ്യം പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ജെയ്സൺ എന്ന് പറയുന്ന വ്യക്തിയുടെ കഠിന പ്രയത്നത്തിന് റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് റിയാസൊക്കെ വന്നിട്ട് എന്നോട് കഥ പറയുന്നത്. ഞാൻ കഥ ഫുള്ള് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിയിട്ട് ഞാൻ പറഞ്ഞത് ചേട്ടാ ഇങ്ങനെ തന്നെ എടുത്തു വെച്ചാൽ പടം ഹിറ്റാണെന്നാണ്. ഇങ്ങനെ തന്നെ ഈ കഥ കേട്ട പോലെ തന്നെ കേട്ടെ. പക്ഷെ അതിലും മനോഹരമായിട്ടാണ് അമലേട്ടൻ ഈ പടം ചെയ്തത്. എനിക്ക് ഞാൻ ഈ പറയുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇനി അങ്ങോട്ട് എങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പൊ ഇവിടെ വന്ന് ഇരിക്കാൻ സാധിച്ചതിൽ നന്ദിയുണ്ട്. നിങ്ങളിപ്പോ എന്നോട് ചോദിക്കുന്നത് ഈ ചിരിച്ച മുഖത്തോട് നിങ്ങൾ നിൽക്കുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള കാര്യമാണ്. പലരും നല്ല സിനിമകൾ വർക്കൗട്ട് ആവുന്ന രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ ഒരു എഫേർട്ടിനെ മാനിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും നല്ലൊരു ഒരു കാണുന്ന ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് ചെയ്യേണ്ടത് നല്ല കാര്യമാണ്. ഒരു ബ്രേക്കിംഗ് സ്പേസ് കൊടുക്കാന്ന് പറയാം. റിവ്യൂ വലിയൊരു വിഷയമായിരുന്നു പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഇല്ല, ഇപ്പൊ ബാഡ് ബോയ്സിന്റെ കേസ് ആണെങ്കിൽ പോലും നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു 7 തിയേറ്ററിൽ ഇപ്പോഴും ഓടുന്നുണ്ട്, 3rd വീക്കായി. അതിനും നമ്മള് സന്തോഷത്തോടെ ഇരിക്കുക, അതിലെ കഥാപാത്രങ്ങൾ കണ്ടിട്ട് നമ്മളെ വിളിച്ചിട്ട് എല്ലാവരും നല്ലതാണെന്ന് പറയുക. അതിന്റെ ഒപ്പം തന്നെ ഒരു വേറൊരു പടം അവിടെ കിടക്കുമ്പോൾ തന്നെ അടുത്ത പടം വരിക എന്ന് പറയുന്നതല്ല ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്.